സ്റ്റാർഷിപ്പിന്റെ 8ാം പരീക്ഷണവും തടസ്സപ്പെട്ടു. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് സ്റ്റാർഷിപ്പിന്റെ 8ാം പരീക്ഷണം സ്പേസ് എക്സ് റദ്ദാക്കിയത്. വിക്ഷേപണത്തിന് 40 സെക്കൻഡ് മുൻപാണ് പരീക്ഷണം നിർത്തിയത്. എന്താണ് പ്രശ്നമെന്ന് സ്പേസ് എക്സ് പുറത്തുവിട്ടിട്ടില്ല. 7ാം പരീക്ഷണം ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിയിൽ അവസാനിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. ഗ്രഹാന്തര യാത്രകൾ ലക്ഷ്യമിട്ടാണ് സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്തത്. വലിയ ഭാരമേറിയ റോക്കറ്റാണിത്. 121 മീറ്ററാണ് ആകെ ഉയരം. സൂപ്പർ ഹെവി ബൂസ്റ്റർ, സ്റ്റാർഷിപ്പ് സ്പേസ് ക്രാഫ്റ്റ് എന്നീ 2 ഘട്ടങ്ങളാണ് വിക്ഷേപണ വാഹനത്തിനുള്ളത്. സൂപ്പർ ഹെവി ബൂസ്റ്ററിന് മാത്രം 71 മീറ്റർ ഉയരമുണ്ട്. 33 റാപ്റ്റർ എഞ്ചിനുകളാണ് സൂപ്പർ ഹെവി ബൂസ്റ്ററിന്റെ കരുത്ത്. ഷിപ്പ് ഭാഗത്തിന്റെ ഉയരം 52 മീറ്ററാണ്. ചന്ദ്രനിലോ ചൊവ്വയിലോ താവളങ്ങൾ നിർമ്മിക്കാൻ സ്റ്റാർഷിപ്പ് അനുയോജ്യമാണെന്നാണ് സ്പേസ് എക്സിന്റെ അവകാശവാദം. ഇരുഭാഗങ്ങളും വിക്ഷേപണത്തിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിച്ച് പുനരുപയോഗിക്കാനാകും. വിക്ഷേപണത്തിന് ശേഷം സൂപ്പർ ഹെവി ബൂസ്റ്ററും ഷിപ്പ് ഭാഗവും യന്ത്രക്കൈയിൽ സുരക്ഷിതമായി പിടികൂടിയാണ് പുനരുപയോഗിക്കുന്നത്. സൂപ്പർ ഹെവി ബൂസ്റ്റർ യന്ത്രക്കൈയിൽ തിരികെ സുരക്ഷിതമായി വായുവിൽ വെച്ച് പിടികൂടാൻ സ്പേസ് എക്സിന് സാധിച്ചിട്ടുണ്ട്. ജനുവരി 17 നടന്ന 7ാമത്തെ പരീക്ഷണ പറക്കലിലാണ് സ്റ്റാർഷിപ്പ് ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ മുകൾ ഭാഗം വായുവിൽ പൊട്ടിത്തെറിച്ചത്. പേടകത്തിന് ഭൂമിയിലെ കൺട്രോൾ റൂമുമായുള്ള ബന്ധം നഷ്ടമായതിനെ തുടർന്നായിരുന്നു ദുരന്തം. കുതിച്ചുയർന്ന 8 മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു തീപിടുത്തം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.